ഇപ്പം കയറി കുറേ വർഷം. മംഗലാപുരം ഭാഗത്ത് വലിയ കോളേജുകളിൽ പഠിക്കുന്ന 43 ചെറുപ്പക്കാര് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാൻസർ രോഗം പിടികൂടി ചികിത്സ ഇല്ലാത്തതിന്റെ പേരിൽ മരണം എപ്പോ വരുമെന്നറിയാതെ 21 വയസ്സിന് താഴെയുള്ള 43 ചെറുപ്പക്കാര്, ആൺകുട്ടികളും പെൺകുട്ടികളും കിടക്കുക. എന്തേ രോഗം? മലാശയത്തിൽ ക്യാൻസറാ. എന്തേ വന്നത്? കോളേജ് കഴിഞ്ഞ് ഫ്രീ ടൈം, ഈവനിങ് ടൈം സുഹൃത്തുക്കളായി ഇവർ അങ്ങാടി കറങ്ങാൻ പോകും. ക്യാൻറ്റീൻ ഫുഡ് കഴിച്ച് മരവിച്ച നാവിനൊന്ന് ഉണർത്താൻ വേണ്ടി ഫാസ്റ്റ് ഫുഡ് കടകളിൽ കയറിയിട്ട് ബർഗറോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ഷവർമയോ അതുപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. കൂടെ നല്ല തണുത്ത ജ്യൂസോ അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ്, സോനപ്പ്, കൊക്കക്കോള, മിറണ്ട പോലത്തെ പാനീയങ്ങൾ കുടിക്കും. ഇത് സ്ഥിരമായിരുന്നു ഇവർ. അവസാനം ഡോക്ടർമാർക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയാത്ത മാരകമായ ക്യാൻസർ വന്ന് പിടികൂടിയിട്ട് ആ ഹോസ്പിറ്റലിൽ അവരെ താമസിപ്പിച്ചിരിക്കുക. ട്രെയിനിങ് പ്രോഗ്രാമിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ സാർ പറഞ്ഞത്, ഇവരെപ്പോഴാ മരിക്കാന്ന് കാത്തിട്ടാ നിൽക്കണത്, ചികിത്സയൊന്നും കൊടുക്കാനില്ല, എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്തു കൊടുക്കും ഇവർക്ക്. ഇവരെന്താ ആഗ്രഹം പറയുന്നത് അത് ചെയ്തു കൊടുക്കും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ട വരെ 45 പേരാ വന്നത്. 45 പേരാണ് വന്നത്. 3 പേര് മരിച്ചു, ബാക്കി 42 ആളുണ്ട്. ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരെ മാരകമായ രോഗത്തിലേക്ക് തള്ളിവിടണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ളവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്.